വിവേകാനന്ദ സ്വാമികൾ 1893 സെപ്റ്റംബർ 11 ഷിക്കാഗോയില് മതമഹാസമ്മേളനത്തിൽ വെച്ച് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് തുടങ്ങിയ പ്രസംഗം, അതിന് ഇന്നും ഓരോ സെപ്റ്റംബർ 11 വരുമ്പോ അത് ആഘോഷിക്കുന്നുണ്ട്. ചരിത്രത്തിൽ തന്നെ വേറെ ഒരു പ്രസംഗവും അങ്ങനെ ഓരോ വർഷവും ആഘോഷിച്ചിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിന്റെ ജന്മദിനം ഭാരത സർക്കാർ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു എന്നാണ്. ഏതൊരു വർഗീയതയിലും പെടാതെ, ഒരു മതത്തിന് മാത്രമായി ഒതുക്കപ്പെടാതെ ഈ ലോകത്തിന് തന്നെ ആദർശമായി ഇരുന്ന വ്യക്തിത്വമാണ് വിവേകാനന്ദ സ്വാമികളുടെ വ്യക്തിത്വം. ഇന്ന് നമ്മുടെ രാജ്യത്തിൽ നടക്കുന്ന ശാസ്ത്ര വിപ്ലവം, വിദ്യാഭ്യാസ രംഗത്തിലുള്ള വിപ്ലവം, അങ്ങനെ പല വിപ്ലവങ്ങൾക്ക് വിത്തിട്ടത് വിവേകാനന്ദ സ്വാമികളാണ്. ആ വിവേകാനന്ദ സ്വാമികളുടെ ദിനം യുവജന ദിനമായി ആചരിക്കുമ്പോൾ നാം മനസ്സിൽ ഓർക്കേണ്ടത് വിവേകാനന്ദ സ്വാമികൾ 1900 പറഞ്ഞ കാര്യമാണ്. എന്താണ്? സ്വാമിജി പറയുന്നു, ഈ വിവേകാനന്ദൻ എന്ത് ചെയ്തു? ഇനി ഭാവിയിൽ ആയിരക്കണക്കിന് വിവേകാനന്ദന്മാര് ജനിക്കുമെന്ന്. അങ്ങനെ നമ്മുടെ മക്കളൊക്കെ എല്ലാം വിവേകാനന്ദന്മാരായി മാറണം എന്നുള്ള ബോധം, എന്നുള്ള കാഴ്ചപ്പാട്, അതിനുള്ള പ്രവർത്തനം നമ്മുടെ ആയിരിക്കണം. ദൈവവിശ്വാസമില്ലാത്ത വ്യക്തിയാണ് അവിശ്വാസി എന്ന്. പക്ഷെ ഞാൻ പറയുന്നു, വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ഞാൻ പറയുന്നു 33 കോടി ദേവദേവന്മാരെ വിശ്വസിച്ചു, പക്ഷെ അവനവനെ വിശ്വസിച്ചില്ലെങ്കിൽ ആ വ്യക്തിയാണ് അവിശ്വാസി എന്ന്. അപ്പൊ ആത്മവിശ്വാസം നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തിലുമുള്ള ആ പാഠം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന വ്യക്തിത്വമാണ് വിവേകാനന്ദ സ്വാമികൾ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ആത്മവിശ്വാസം, നിന്നെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും, അതിനുള്ള കഴിവ് നിന്റെ അടുത്ത് ഉണ്ട്, അത് നീ പ്രവർത്തിച്ചാൽ മതി എന്നുള്ള ബോധം, എന്നുള്ള വിശ്വാസം നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. സ്വാമിജി അമേരിക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു പ്രാവശ്യം അമേരിക്കയുടെ തെക്കോട്ടുള്ള ഒരു സംസ്ഥാനത്തിൽ പോയി. അവിടെ ഒരുപാട് നിറ ആശ്രയിച്ച് ഉള്ള വിവേചനമുണ്ടായിരുന്നു. അപ്പൊ കറുത്ത മനുഷ്യർക്കൊന്നും അവിടെ പല ഹോട്ടലുകളിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പൊ വിവേകാനന്ദ സ്വാമികൾ അങ്ങനെ ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോയപ്പോൾ ആ ഹോട്ടൽ മാനേജർ പറഞ്ഞു, യു ആർ എ ബ്ലാക്ക് പേഴ്സൺ, നിങ്ങളൊരു കറുത്ത വ്യക്തിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല. അപ്പൊ ഈ വിവേകാനന്ദ സ്വാമികളോടൊപ്പം ഉണ്ടായിരുന്ന വേറൊരു അമേരിക്കൻ ഭക്തൻ പറഞ്ഞു, സ്വാമിജി ആ മാനേജറുടെ അടുത്ത് പറയൂ, സ്വാമിജി ഇവിടുത്തെ ഒരു ബ്ലാക്ക് അല്ല, ഭാരതത്തിൽ നിന്ന് വന്ന, ഭാരതത്തിന്റെ പാരമ്പര്യത്തിനെ കുറിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വന്ന ഒരു വ്യക്തിത്വമാണെന്ന് പറയൂ, അപ്പോ അവർ നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ താമസിക്കാൻ അനുവദിക്കുമെന്ന്. അപ്പൊ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, വാട്ട് റൈസ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് അനദർ, നെവർ. അതായത് എന്താ നിങ്ങൾ പറയുന്നത്? മറ്റുള്ള ആളിനെ അധിക്ഷേപിച്ച് ഞാൻ പുരോഗമിക്കണോ? ഒരിക്കലും ഞാനത് ചെയ്യില്ല. അതായത് തൊലിക്കട്ടി കറുപ്പാണെന്ന് പറഞ്ഞ് പലർക്കും നിഷേധിക്കപ്പെടുന്ന ഈ ഹോട്ടലിൽ ഞാൻ താമസിക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു അവകാശം വേണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു അവസരം വേണ്ട എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു. അപ്പൊ ആ വിവേകാനന്ദ സ്വാമികളെ കുറിച്ചാണ് നാം ഓർക്കേണ്ടത്. കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദൻ പരാമർശിച്ചു എന്ന് പറയും. പക്ഷേ വിവേകാനന്ദ സ്വാമികൾ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. സ്വാമിജി നടത്തുന്ന ഒരു പ്രഭാഷണത്തിലാണ് ഇത് വരുന്നത്. സ്വാമിജി പറയുന്നു, ഞാൻ മലബാർ പോവുകയുണ്ടായി. അവിടെ ഞാൻ എന്താണ് കണ്ടത്? ഉയർന്ന ജാതി എന്ന് അറിയപ്പെടുന്ന ജാതിയിലുള്ള വ്യക്തി താഴ്ന്ന ജാതി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയെ കണ്ട ആ തെരുവിൽ തന്നെ മാറിപ്പോകാൻ പറയുന്നു. മാറിപ്പോ എന്ന് പറയുന്നു. പക്ഷെ ഈ വ്യക്തി തന്നെ വേറെ ഒരു മതത്തിലേക്ക് മാറി, ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറി വന്നാൽ ആ വ്യക്തിയോട് കൈകുലുക്കുന്നു. അത് വളരെ മോശമാണ്. ഇത്തരം ഉള്ള ആൾക്കാർ ജീവിക്കുന്ന വീടുകളിനെയൊക്കെ പ്രാന്താലയം അല്ലാതെ വേറെ എന്താ പറയേണ്ടത്? ഇത്തരം ആൾക്കാരിനെ പ്രാന്താലയങ്ങളിലല്ലാതെ വേറെ എവിടെയാ പാർപ്പിക്കേണ്ടത്? ഇതാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. ഒരിക്കലും കേരളം പ്രാന്താലയം എന്ന് പറഞ്ഞില്ല. വിവേകാനന്ദ സ്വാമികൾ
തിരുവിതാംകൂർ കൊട്ടാരത്തിൽ പോകുമ്പോൾ അവിടെ ഉള്ള സ്ത്രീകളൊക്കെ വളരെ ലളിതമായി സംസ്കൃതത്തിൽ സംവദിക്കുന്നത് കണ്ട്, അതേപോലെ ഇംഗ്ലീഷിൽ സംവദിക്കുന്നത് കണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഞാൻ ഈ രാജ്യം മുഴുവൻ സഞ്ചരിച്ചു, ഒരിക്കലും ഇത്രയും അധികം വിദ്യാഭ്യാസം പ്രത്യേകിച്ച് സ്ത്രീകളുള്ളത് വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന്. അപ്പൊ ഖേദിക്കേണ്ട വിഷയം എന്താണ്? ഇന്ന് പ്രാന്താലയം എന്ന് പറഞ്ഞ തെറ്റായ ഉദ്ധരണം നമ്മൾ ചെയ്യുന്നു എന്നല്ലാതെ വിവേകാനന്ദ സ്വാമികൾ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് 1892 പറഞ്ഞ കാര്യം നമ്മൾ മറന്നു പോകുന്നു.